ഇന്ത്യയുടെ വിജയം ഓസീസിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരെ സെമി കാണാതെ പുറത്തായി. ഇന്ത്യൻ ടീമും സെമിയിൽ പുറത്താകുമെന്നാണ് ഓസ്ട്രേലിയ കരുതിയത്. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റി. ഇന്ത്യ അവിശ്വസനീയമായ വിജയമാണ് ഇന്ന് സ്വന്തമാക്കിയത്. ഇംഗ്ലണ്ടിനെ തരിപ്പണമാക്കി. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 68 റൺസിൻ്റെ ചരിത്ര വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ശരിക്കും ഇന്ത്യ രാജകീയമായിട്ടാണ് ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ഓസീസ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ ടീം എങ്ങനെയാണ് ഇതുപോലത്തെ മികച്ച വിജയം സ്വന്തമാക്കിയത്? ഇന്നത്തെ മാച്ചിൽ ഒത്തുകളി നടന്നിട്ടുണ്ട്. ഇംഗ്ലണ്ട് മികച്ചൊരു ടീമാണ്. അവർ ഒരിക്കലും 103 റൺസിൽ ഓൾ ഔട്ട് ആകില്ല. അവരിന്ന് ഒത്തുകളിച്ചു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പിച്ചിൻ്റെ കുഴപ്പമായിരിക്കും. മഴ പെയ്തത് ഇന്ത്യക്ക് അനുകൂലമായിരിക്കുകയാണ്. സെക്കൻഡ് ബാറ്റിങ്ങിൽ കളിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇംഗ്ലണ്ട് ടീം ജയിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ഇന്ത്യ ഇന്ന് കളി ജയിക്കില്ല. ഇന്ത്യ അത്ര വലിയ ടീമൊന്നുമല്ല. എവിടെയോ എന്തൊക്കെയോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ICC ഇന്നത്തെ മാച്ച് ശരിക്ക് പരിശോധിക്കണം. കളി ജയിച്ച ഇന്ത്യൻ ടീമിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ഓസീസ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യൻ ടീം ജയിച്ചത് ഓസ്ട്രേലിയൻ ഇതിഹാസങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരെ സെമി കാണാതെ പുറത്തായി. ഇന്ത്യൻ ടീമും പുറത്താകണമെന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ ഇന്ത്യ രാജകീയമായിട്ട് ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. 103 റൺസിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ടായി. ഇന്ത്യക്ക് ഇംഗ്ലണ്ട് ഒരു എതിരാളി പോലും ആയിരുന്നില്ല. അത്ര മികച്ച ബൗളിംഗ് ആണ് അക്സറും കുൽദീപും കാഴ്ചവെച്ചത്. ഇംഗ്ലണ്ട് ടീം ശരിക്കും തരിപ്പണമായി. ഇനി ഫൈനലിൽ ആഫ്രിക്കൻ ടീമിനെ തോൽപ്പിച്ചാൽ ഇന്ത്യക്ക് കപ്പ് നേടാം. ഇത്തവണ രോഹിത് ശർമ്മ 2 കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ കപ്പ് നേടിയേ മടങ്ങൂ. പക്ഷേ മലയാളി ആരാധകർ നിരാശയിലാണ്. സഞ്ജുവിനെ ഒരു മാച്ചിൽ പോലും കളിപ്പിച്ചില്ല. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.